ആടിന്റെ വരവ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ നായിക ആടാണ്. അപ്പൊ മിഥുൻ കുറെ സെർച്ച് ചെയ്തിട്ട് അതായത് കുറെ സ്ഥലത്തൊക്കെ പോയിട്ട് ഇതിനെ കിട്ടിയില്ല. അങ്ങനെ ഇവര് ലൊക്കേഷൻ ഹണ്ടിന് ഇറങ്ങി പോയ വഴിക്കാണ് വഴി സൈഡിൽ ഒരു ആട് നിൽക്കുന്നത്. ഒരു അനാഥ പോലെ. അനാഥല്ല, കെട്ടിയിട്ടിരിക്കുക. ഏതോ വീട്ടിൽ വളർത്തുന്ന ആടാണ്. ഇതിന് ആടിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെവിയാണ്. സൂപ്പർ ചെവിയാണ്, നല്ല നീണ്ടിട്ട്. അങ്ങനെയാണ് ആടിനെ സെലക്ട് ചെയ്യുന്നത്. പെണ്ണിനെ വിവരിക്കുന്ന പോലെ തീർച്ചയായും അങ്ങനെ തന്നെ പറയണം. ഞങ്ങളെ നായകനെ വിവരിക്കുമ്പോ ആ നായകനെ എത്ര പ്രാവശ്യം ഉമ്മച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എല്ലാരും ഉമ്മ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കല്ലാതെ ഐശ്വര്യ റായിനും ഇവരൊന്നും കിട്ടുന്നില്ല. ആദ്യമായിട്ടൊരു പടത്തിലെ നായിക ആടൊരു ഭീകര ജീവിയായത്. അതെ, പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര പാവമായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ കൂടെ അഡ്ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് അത് നമ്മള് ഇടുക്കിയിലുള്ള ആടായിരുന്നു. പക്ഷെ അതിന്റെ ക്ലൈമറ്റ് മാറിയിട്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇവിടെ അപ്പൊ അതിന് ചൂടായി. അപ്പൊ അത് ചൂടായൊന്നുമില്ല. അപ്പൊ അത് നേരെ ഇവിടെ വന്നിട്ട് ഇവിടത്തെ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക. ഇവിടെ ആടിനെന്തെങ്കിലും പറ്റി അറിയാലോ, സെൻസർ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരു നായികയുള്ളൂ. അപ്പോ അതിനെ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും കൊണ്ടുനടന്നത്. ശരിക്കും ആടിന്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോഴത്തേനും അങ്ങനെ ക്യാമറ എല്ലാം വെച്ചിരിക്കുക. അപ്പം ആടിന് പഴത്തൊലി ഇട്ട് കൊടുത്തു. അതായത് ആട് വന്ന് കുറച്ച് സംഭവങ്ങൾ തിന്നണമാണ് സംഭവം. അപ്പം പഴത്തൊലി കൊടുത്തു. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ചറപറ എക്സ്പ്രഷൻ, സംവിധാന ആവശ്യത്തിനുള്ള സാധനങ്ങൾ കറക്റ്റ് ആട് ലുക്ക് എല്ലാം തന്നു. അപ്പം അവിടുന്ന് ഒരു കമന്റ് വന്നു, ഒരു ഫേമസ് ഒരു നായികയെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ മുടക്കി ഒരു നായികയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഴത്തൊലിയുടെ എക്സ്പ്രഷൻ പോലും കിട്ടില്ല. ഇതൊരു പഴത്തൊലിയുടെ പുറത്ത് 1 ലക്ഷത്തിന്റെ എക്സ്പ്രഷൻ കിട്ടും.